ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ചിന്തയുടെ തുടർ പഠനത്തിന്റെ ഭാഗമായി അപ്പോസ്തലപ്രവൃത്തി അതിൻ്റെ 2-ാം അധ്യായത്തിലെ 42-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഭാഗത്തെ പറ്റിയാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായി നമ്മൾ ഉപദേശം കേൾക്കുന്ന വിഷയത്തെപ്പറ്റി അല്പമായി ചിന്തിക്കാനിടയായി. തുടർന്ന് കൂട്ടായ്മയെപ്പറ്റി അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൂട്ടായ്മ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, എന്താണ് എന്ന് പലർക്കും സംശയം തോന്നിയേക്കാം. കൂട്ടായ്മയുടെ ഗൗരവം വേണ്ടവണ്ണം ഗ്രഹിച്ചിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. പലപ്പോഴും അതിൻ്റെ ആ പ്രാധാന്യം അവഗണിക്കപ്പെട്ടോ എന്ന് സംശയമുണ്ട്. വീണ്ടും ജനം പ്രാപിച്ച ജനം ഒന്നിച്ചുകൂടി ഒന്ന് കൂട്ടായ്മ ആചരിക്കുന്നു. ആ കൂട്ടായ്മയ്ക്ക് ആ സ്ഥലത്തെ കൂടി വരുന്ന ജനം കൂടി വരുന്ന ആ സ്ഥലത്തിൻ്റെ പേരിൽ അറിയപ്പെടാം. ദൈവസഭ, സഭ എന്ന് പറഞ്ഞ ഒത്തിരി സംഘടനകൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ സംഘടനയെ പറ്റിയല്ല പറയുന്നത്, ദൈവസഭയെ പറ്റിയാണ് പറയുന്നത്. അതായത് വീണ്ടും ജനനം പ്രാപിച്ച, വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കുന്ന, വേർപാടും വിശുദ്ധിയും സൂക്ഷിക്കുന്ന, ദൈവത്തെ ഭയപ്പെട്ട് ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവജനം ഒരു പ്രദേശത്ത് കൂടി വരുന്ന ആ കൂട്ടായ്മ. അങ്ങനെ കൂടി വരുന്ന സ്ഥലത്ത് തിരുവചനത്തിൽ ദൈവസഭയുടെ പേര് ആ സ്ഥലത്തിൻ്റെ പേരിലാണ് അറിയപ്പെടേണ്ടത്. തിരുവചനത്തിൽ നമ്മൾ നോക്കിയാൽ കോരിന്ത്യ സഭ, ഗലാത്യ സഭ, ഫിലിപ്പിയ സഭ എന്നതുപോലെ ആ സ്ഥലം, പ്രാദേശിക സ്ഥലത്തിൻ്റെ പേരിലാണ് അവിടുത്തെ ദൈവജനം കൂടി വരുന്ന കൂട്ടായ്മയ്ക്ക് പേർ വിളിക്കപ്പെടേണ്ടത്. ദൗർഭാഗ്യവശാൽ ഒത്തിരി സംഘടനകൾ പൊങ്ങി വന്നതുകൊണ്ട് ആ സംഘടനകളുടെ പേരുകളിലാണ് ഇന്ന് പല സഭകളും അറിയപ്പെടുന്നത്. അതത്ര ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. തന്നെയുമല്ല, വിവിധ സംഘടനകളിൽപ്പെട്ട ദൈവജനം തമ്മിൽ സ്നേഹമുണ്ടോ, ഐക്യമുണ്ടോ, ധാരണയുണ്ടോ, കൂട്ടായ്മയുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ അനുഭവത്തിലും അറിവിലും ഇല്ല എന്ന് തീർത്ത് പറയാം. ഏതാണ്ട് ഒരുതരം ശത്രുതാമനോഭാവത്തോടെയാണ് പരസ്പരം നോക്കുന്നതെന്ന് പോലും സംശയിക്കേണ്ടതുണ്ട്. ഏകദേശം വലിയ ശത്രുതയല്ല എങ്കിലും ഒരുതരം എന്താ പറയുക, ഒരുതരം മത്സരബുദ്ധി പോലെ ഉണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഒരു പ്രാദേശിക സ്ഥലത്ത് വീണ്ടും ജനനം പ്രാപിച്ച ദൈവജനം കൂടി വരുമ്പോൾ അതറിയപ്പെടേണ്ടതിന്, അതിന് ഒരു സംഘടിത രൂപം ഉണ്ടാകേണ്ടതിന്, ഉദാഹരണം പറഞ്ഞാൽ കോതമംഗലത്ത് കുറേ വിശ്വാസികൾ കൂടി വന്നാൽ കോതമംഗലം സഭ എന്ന് പറഞ്ഞാൽ കോതമംഗലം ദൈവസഭ. എനിക്ക് തോന്നുന്ന ബ്രദറൻ അസംബ്ലി അത്തരത്തിലൊരു നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ തോന്നൽ. എനിക്ക് കൃത്യമായി അറിയില്ല, ഏകദേശ ധാരണ എങ്ങനെയാണ്. അക്കാര്യത്തിൽ അവൻ അനുവർത്തിച്ചു വരുന്ന നയം അനുകരണീയമാണ്, ആദരണീയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒത്തിരി സംഘടനകൾ രൂപപ്പെടുന്നതിനേക്കാൾ ഒരു പ്രദേശത്ത് വീണ്ടും ജനനം പ്രാപിച്ചവർ ഒന്നിച്ചു കൂടി വന്ന് ആ പ്രദേശത്തിൻ്റെ പേരിലാണ് അറിയപ്പെടേണ്ടത്. വലിയ വിശാലമായ സ്ഥലം, മുനിസിപ്പാലിറ്റി വലിയ വിശാലമായ സ്ഥലമൊക്കെ ആണെങ്കിൽ അതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ കോതമംഗലം എ, കോതമംഗലം ബി, കോതമംഗലം സി എന്ന പേരിൽ വളർച്ചയുടെ അനുസരിച്ച് സഭകൾക്ക് ഒരു ഐഡന്റിഫിക്കേഷൻ വേണ്ടിയിട്ട് ഒരു സബ് ഡിവിഷൻ കൊടുക്കുന്നത് തെറ്റില്ല. പക്ഷേ മറ്റ് സംഘടനകളുടെ പേരിൽ അറിയപ്പെടുന്നത് യോഗ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കോതമംഗലം ദൈവസഭ എ അല്ലെങ്കിൽ കോതമംഗലം ദൈവസഭ ബി, ഇങ്ങനെ പ്രാദേശിക തലത്തിൽ അറിയപ്പെടുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. യേശുക്രിസ്തുവിൻ്റെ ഒരു സഭയേ ഉള്ളൂ. അത് ദൈവസഭ. മരിച്ച വിശുദ്ധരും ഭൂമിയിൽ വീണ്ടും ജനനം പ്രാപിച്ച് ജീവിക്കുന്ന വിശുദ്ധരും ചേർന്നുള്ള ആ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ മരിച്ചവരെവിടെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. യേശുക്രിസ്തുവിനോട് കൂടി ആയിരിക്കണമല്ലോ. ഫിലിപ്പിയ ലേഖനത്തിലുള്ള സൂചന വെച്ച് നോക്കുമ്പോൾ മരിച്ച വിശുദ്ധർ യേശുക്രിസ്തുവിനോട് കൂടിയാണ്. ഈ സഭയ്ക്കുള്ള ലേഖനങ്ങളിലൊക്കെ സഭാംഗങ്ങളെ വിശുദ്ധരെന്നാണ് വിളിച്ചിരിക്കുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. വീണ്ടും ജനനം പ്രാപിപ്പാനുള്ള വിശുദ്ധരും ചേർന്നതാണ് ദൈവസഭ. ഇനിയും വീണ്ടും ജനിക്കാനുള്ളവരുണ്ടല്ലോ, അവരെ കൂട്ടി അങ്ങനെ ജീവിച്ചിരിക്കുന്ന ദൈവജനം, വിശുദ്ധന്മാർ കൂടി വരുമ്പോൾ ദൈവജനത്തിന് പരസ്പരം മനസ്സിലാക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ കൂട്ടായ്മ വഴി സാധിക്കും.
നമുക്ക് യോഹന്നാന്റെ 1-ാം ലേഖനത്തിലേക്ക് ഒന്ന് വന്നാൽ അവിടെ അപ്പോസ്തലൻ പറയുന്ന ഒരു ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. അതായത് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന തിരുവചനം 1 യോഹന്നാൻ 1-ാം അധ്യായത്തിലും ആദ്യമുള്ള വാക്യങ്ങൾ. ആദി മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ടു സാക്ഷീകരിക്കുകയും പിതാവിനോടുകൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. അടുത്ത പദം ശ്രദ്ധിക്കൂ. ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. അതായത് ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഇപ്പൊ യോഹന്നാൻ അപ്പോസ്തലൻ കൃത്യമായി കൂട്ടായ്മ ആരോടുകൂടിയാണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്നൊരു ഹ്രസ്വമായ വിശദീകരണം ഇവിടെ നൽകുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിലെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്ന ഒരു വാക്യമുണ്ടല്ലോ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? ആ ഭാഗം നമുക്ക് അപ്പം നുറുക്കൽ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ അല്പം ആഴമായി ചിന്തിക്കാനുള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം വിടുകയാണ്. അപ്പോൾ അതൊരു കൂട്ടായ്മയുടെ അനുഭവമാണ്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ആശയം ഇതാണ് ദൈവമക്കളെ. ദൈവജനം, വീണ്ടും ജനിച്ച ദൈവജനം കൂടി വരുന്നത് ഈ അപ്പം നുറുക്കൽ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ ഒരു കൂട്ടായ്മ ആചരിക്കുകയാണ്. പരസ്പരം മനസ്സിലാക്കുവാൻ, പരസ്പരം വേദനകൾ പങ്കിടുവാൻ, പരസ്പരം വിഷയങ്ങൾ പങ്കിടുവാൻ, പരസ്പരം ദൈവിക ആലോചനകൾ പങ്കിടുവാൻ ഒക്കെ ഈ കൂട്ടായ്മ വഴി നമുക്ക് സാധിക്കും. കൂട്ടായ്മ എന്നുള്ളത് വളരെ ഗൗരവമേറിയ, വളരെ അർത്ഥവത്തായ ഒരു ചിന്തയാണ്. അതിൻ്റെ പ്രാധാന്യം ഇപ്പോൾ ഞാൻ പണ്ടൊരിക്കൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മെഗാ ചർച്ചകൾ വന്നപ്പോൾ കൂട്ടായ്മയുടെ ശക്തിയെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ പരസ്പരം മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ അറിയാനോ പോലും വഴികളില്ലാത്ത വിധത്തിൽ ജനം അന്യോന്യം അകന്നു ജീവിക്കുന്ന ഒരനുഭവം പോലെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാമല്ലോ, ഈ എബ്രായ ലേഖനം അതിലെ 13-ാം അധ്യായത്തിലെ 16-ാം വാക്യത്തിൽ ഒരു വാക്യം വായിക്കുന്നുണ്ട്. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. അപ്പൊ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിപ്പാനും, കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ പരസ്പരം സഹായിക്കാനും പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാനും ഒക്കെയുള്ള ഒരു വേദിയാണ്. അതിനുള്ള അവസരമാണ് നമുക്കുണ്ടാകേണ്ടത്. മെഗാ ചർച്ചിൽ വന്നാൽ അവിടെ വന്ന് കുറെ പാട്ടും കൂത്തുമൊക്കെ കണ്ട് ബഹളം വെച്ച് കുറെ അട്ടഹാസമൊക്കെ നടത്തി കുറെ ആവേശോജ്വലമായ പ്രസംഗമൊക്കെ നടത്തി ആളുകളെ ഒന്ന് കോൾമേൽ ഒഴിപ്പിച്ച് പറഞ്ഞു വിടുന്നതല്ലാതെ സത്യത്തിൽ ഒരു കൂട്ടായ്മയുടെ മാധുര്യം അനുഭവിക്കാൻ അവിടെ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പരസ്പരം ഒന്ന് മിണ്ടാനോ സംസാരിക്കാനോ ഒരു സ്തോത്രം പറയാനോ പോലും ചുരുക്കി അടുത്തിരിക്കുന്നവരൊരു തമ്മിൽ എന്തെങ്കിലും ചെയ്യുന്നു എന്നതിൽ കവിഞ്ഞ് വിശാലമായ അർത്ഥത്തിൽ എല്ലാവരും തമ്മിൽ സഹകരിക്കാനോ ബന്ധപ്പെടാനോ ഒക്കെ പറ്റുമോ എനിക്കറിയില്ല. അപ്പോൾ അതിനുള്ള മറുപടി പറയുന്നത് കോട്ടേജ് മീറ്റിങ്ങുകളുണ്ട്. കോട്ടേജ് മീറ്റിങ്ങുകൾ വരുമ്പോൾ ആ കൂട്ടായ്മ ശരിക്കും അനുഭവിക്കാം. ഞാൻ അതിനോട് അഭിപ്രായമൊന്നും തൽക്കാലം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും കൂട്ടായ്മ എന്ന വിഷയം വളരെ ഗൗരവമായി കാണേണ്ടതാണ്. ദൈവജനത്തിന് പരസ്പരം കൈത്താങ്ങൽ നൽകാൻ, സ്നേഹം പ്രകടിപ്പിക്കാൻ, വേദനകൾ പങ്കിടാൻ, പ്രാർത്ഥനാ വിഷയങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങിയ എല്ലാത്തിനും കൂട്ടായ്മ വളരെ ആവശ്യമാണ്. എന്നാൽ യോഹന്നാൻ അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ നമ്മുടെ കൂട്ടായ്മ പിതാവായ ദൈവത്തോടും പുത്രനായ യേശുക്രിസ്തുവിനോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോടും അങ്ങനെ ആ അനുഭവത്തിലായിരിക്കണം നമ്മുടെ പ്രധാനമായ കൂട്ടായ്മയുടെ മാധുര്യം പോകേണ്ടത്. അപ്പോൾ തന്നെ മനുഷ്യര് ജനങ്ങൾ തമ്മിലുള്ള ആ കൂട്ടായ്മയും വളരെ ഗൗരവമേറി കാണേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമാണ് എന്ന് പറഞ്ഞ് കൂട്ടായ്മയെ പറ്റിയുള്ള ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കും. ദൈവം ഏവരെയും അനുഗ്രഹിക്കും. ഇതായി നാം അപ്പോസ്തലൻ പ്രവൃത്തികളിൽ പ്രസംഗിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കേണ്ടത് അപ്പം നുറുക്കൽ ശുശ്രൂഷയാണ്.
അവിടെ നമുക്കറിയാമല്ലോ പത്രോസ് പുസ്തകം പറയുന്ന ആ വാക്യം ഇങ്ങനെയാണല്ലോ, അവർ അപ്പസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും എന്നുള്ള പദം എന്താണ്, എങ്ങനെയാണ് എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. പല ഇനിയിപ്പോൾ നമുക്കറിയാം, ദൈവസഭകളിലൊക്കെ കർത്തൃമേശ എന്ന പേരിൽ അറിയപ്പെടുന്നു ആ ശുശ്രൂഷ. കർത്തൃമേശ എന്ന ശുശ്രൂഷ അപ്പം നുറുക്കലിന് പകരം പറയുന്നൊരു പദമായിട്ട് നമുക്ക് കാണുന്ന തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതിന് നമുക്കറിയാം തിരുമേശയെന്നും കർത്താവിൻ്റെ മേശയെന്നും കർത്താവിൻ്റെ മേശ എന്നൊക്കെയുള്ള പല പല പദങ്ങളിലും പേരുകളിലും അത് അറിയപ്പെടുന്നുണ്ട്. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ അപ്പം നുറുക്കൽ എന്ന പദമാണ് പ്രയോഗിച്ചിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ, ഇത് വളരെ ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ്. ഇതിൻ്റെ ആഴവും അർത്ഥവും വേണ്ടവണ്ണം ദൈവജനം ഗ്രഹിച്ചിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വന്നാൽ അതിൻ്റെ പ്രാധാന്യം വളരെ വ്യക്തമായി അവിടെ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യം 6-ാം അധ്യായത്തിൻ്റെ 34-35 വാക്യങ്ങളാണ്. ഞാൻ ജീവന്റെ അപ്പമാകും. ദൈവജനം ദയവ് ചെയ്ത് ഇതിനോടുള്ള ബന്ധത്തിൽ ഈ 34 മുതലുള്ള 33 മുതലുള്ള വാക്യങ്ങൾ ദയവായി വായിച്ച് ധ്യാനിക്കണമെന്ന് വിനയപൂർവ്വം ഓർപ്പിക്കുകയാണ്. 32-ാമത്തെ വാക്യം 6-ാം അധ്യായത്തിന്റെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 32 മുതൽ 55 വരെയുള്ള വാക്യങ്ങൾ ഗൗരവമായി പ്രാർത്ഥനാപൂർവ്വം വായിച്ച് ധ്യാനിച്ചാൽ ഇതിൻ്റെ സാമാന്യമായ ആഴങ്ങൾ കിട്ടും. ഇതൊരു പ്രവചനദൂതായി കർത്താവ് പറഞ്ഞതാണ്. ഈ കർത്തൃമേശ സ്ഥാപിക്കുന്നതിന് മുൻപ് യേശു അതിന്റെ ഗൗരവം വ്യക്തമാക്കി വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ച ഒരു ഭാഗമായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതിൽ തന്നെ പ്രത്യേകിച്ച് നോക്കൂ, അതിൻ്റെ 48-ാമത്തെ വാക്യം, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ട് മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. ആ പദം ദൈവജനം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണമേ. ലോകത്തിന് ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു എന്ന് യേശു പറഞ്ഞിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ യഹൂദന്മാരെ ചോദിക്കാതെ 52-ാം വാക്യത്തിൽ പറയുകയാണ്, ആകയാൽ യഹൂദന്മാർ നമുക്ക് തന്റെ മാംസം തിന്നേണ്ടതിന് വരുവാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു തമ്മിൽ വാദിച്ചു. അപ്പോൾ 53-ാം വാക്യം യേശു കർത്താവ് പറയുന്ന വാക്യം ശ്രദ്ധിക്കുക ദൈവമക്കളെ. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. യേശു കർത്താവ് തന്റെ ക്രൂശീകരണത്തിന് തൊട്ടു മുൻപ് പെസഹാ തിരുനാളിൽ ഈ ശുശ്രൂഷ നടത്തിയതായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതിനു മുൻപ് കർത്താവ് അതിനെപ്പറ്റി വളരെ വ്യക്തമായി സ്പഷ്ടമായി ഒരു പ്രവചനം നടത്തിയിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് ജനത്തെ ബോധവൽക്കരിക്കുകയാണ്. അതൊരു ഓർമ്മയുടെ ശുശ്രൂഷ മാത്രമല്ല, എൻ്റെ ശരീരം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നുവെന്ന് അസന്നിഗ്ധമായി യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഗൗരവം ദൈവജനമേ വളരെ കാര്യമായി നാം കാണേണ്ടതല്ലയോ? യേശു ക്രിസ്തു ഇങ്ങനെ ചുമ്മാ കളി പറയുന്ന ആളല്ലല്ലോ. അത്ര കൃത്യമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ദൈവജനത്തോട് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ
32 മുതൽ 55 വരെയുള്ള വാക്യങ്ങൾ പ്രാർത്ഥനാപൂർവ്വം വായിച്ച് പലവട്ടം ധ്യാനിക്കൂ. അപ്പോൾ നമ്മൾ ഇന്ന് ആചരിക്കുന്ന തിരുമേശയുടെ കർത്തൃമേശയുടെ ഗൗരവം, പ്രാധാന്യം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ നമുക്കറിയാമല്ലോ, ദൗർഭാഗ്യവശാൽ ഈ 4 സുവിശേഷങ്ങളിലും പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടത്ര ഗൗരവം കൊടുക്കുന്നില്ല എന്നത് സങ്കടത്തോടെ പറയട്ടെ. 4 സുവിശേഷം എന്ന് പറയുമ്പോൾ ചിലർ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇതിനെപ്പറ്റി വ്യക്തമായ പരാമർശം ഇല്ലല്ലോ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. പരാമർശം ഇല്ലായകയില്ല. പക്ഷെ മറ്റ് 3 സമാന്തര സുവിശേഷങ്ങളിൽ കൃത്യമായ ഏകദേശം ഒരുപോലെ വിശദീകരിച്ച് പറയുന്നത് പോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം പറയുന്നില്ല എന്നത് സത്യമാണ്. എന്നാൽ ഒരു കാര്യം കൂടി ദൈവജനത്തിന്റെ ശ്രദ്ധയ്ക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കാൽകഴുകൽ ശുശ്രൂഷ നടത്തിയതായി കാണും. മറ്റു സുവിശേഷങ്ങളിൽ പരാമർശനമില്ല എങ്കിലും ഈ സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിന്റെ കൽപ്പനയായി അതിനെ നമുക്ക് കാണേണ്ടതാണ്. അതിന്റെ 14-ാം വാക്യത്തിൽ കർത്താവ് പറയുന്ന വാക്യം ഒന്ന് ശ്രദ്ധിക്കൂ. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകി എങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു എന്ന കർത്താവിന്റെ കൽപ്പന വേണ്ട ഗൗരവത്തിൽ നമ്മൾ കാണുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ തിരുവചനത്തിൽ മറ്റൊരിടത്തും പരാമർശിക്കാത്തത് കൊണ്ട് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും, കഴിയുമെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും തമ്മിൽ തമ്മിൽ കാൽ കഴുകൽ ശുശ്രൂഷ നടത്തുന്നത് ഉചിതമാണെന്ന് വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. നമുക്ക് തുടർന്ന് തിരുവചനത്തിലേക്ക് കടന്നു വരാം. യേശു കർത്താവ് പെസഹ പെരുന്നാളിന്റെ സമയത്ത് അപ്പം നുറുക്കി ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്ത തിരുവചന ഭാഗം നമുക്കറിയാമല്ലോ. അത് 3 സമാന്തര സുവിശേഷങ്ങളിൽ ഒരുപോലെ, ഏകദേശം ഒരുപോലെ പറഞ്ഞിട്ടുണ്ട്. ഇതെന്റെ ശരീരം എന്ന് കർത്താവ് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം അതിന്റെ 26-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം, മർക്കോസ് 14-ന്റെ 22, ലൂക്കോസ് 22-ന്റെ 19 ഈ വാക്യങ്ങളിൽ. അതിനുശേഷം കർത്താവ് പാനപാത്രവും സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം എന്ന് കർത്താവ് പറയുകയാണ്. ഈ വാക്യവും നമുക്ക് മത്തായിയുടെ സുവിശേഷം 26-ന്റെ 27, 28 വാക്യങ്ങളിൽ, മർക്കോസ് 14, 21, 24, ലൂക്കോസ് 22, 20 തുടങ്ങിയ വാക്യങ്ങളിൽ കാണാമല്ലോ. അതുകൊണ്ട് ഈ 3 സുവിശേഷത്തിലും കർത്താവ് എന്റെ ശരീരം എന്റെ രക്തം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ ശരീരം എന്റെ രക്തം എന്ന് കർത്താവ് പറഞ്ഞ് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത അതിമഹത്തായ ശുശ്രൂഷയുടെ പ്രാധാന്യം ദൈവജനം എത്ര ഗൗരവമായി കാണേണ്ടതാകുന്നു എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ദൈവജനം ഇത് വളരെ പ്രാധാന്യത്തോടെ കാണേണ്ടതുണ്ട്. അത് ഈ അപ്പസ്തോല പ്രവൃത്തികളിലെ ചില ഭാഗങ്ങൾക്ക് നമുക്ക് ഇതിനെപ്പറ്റിയുള്ള പരാമർശം വളരെ ഹ്രസ്വമായിട്ട് കാണുന്നുണ്ട്. 20-ാം അധ്യായത്തിലെ 7-ാം വാക്യത്തിൽ അപ്പം നുറുക്കലിൽ ചേരുന്നു എന്നൊരു വാക്യം നമുക്ക് കാണാം. അതിലുപരിയായി നമുക്ക് വീണ്ടും കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിലെ 10-ാം അധ്യായത്തിലേക്ക് വരാം. അവിടെ നമുക്ക് ചിന്തിക്കുമ്പോൾ ഇതിങ്ങനെ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് പ്രിയന്മാരെ, അതിന്റെ 16-ാം വാക്യം, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ. ആ വാക്യം നോക്കൂ, ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ. പൗലോസ് അപ്പോസ്തലൻ നമുക്കറിയാമല്ലോ, 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ട ദൈവീയ ദർശനം പ്രാപിച്ച ഭക്തനായ മനുഷ്യനാണ്. അദ്ദേഹമാണ് ആത്മാവിൽ ഈ വചനം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ രക്തം, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ അല്ലയോ. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ. അപ്പോൾ ഇവിടെ രക്തവും ശരീരവും രണ്ടും കൃത്യമായിട്ട് ഇവിടെ അപ്പോസ്തലൻ ഓർമ്മിക്കുകയാണ്. അപ്പം ഒന്നാകുകൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. പിന്നെ എല്ലാവർക്കും സുപരിചിതമായ തിരുവചന ഭാഗമാണല്ലോ 11-ാം അധ്യായത്തിന്റെ 23 മുതൽ ഉള്ള വാക്യങ്ങൾ. ഇതിൽ നമ്മുടെ തിരുമേശ ശുശ്രൂഷയിലൊക്കെ വായിക്കപ്പെടുന്ന തിരുവചന ഭാഗമായതുകൊണ്ട് എല്ലാവർക്കും സുപരിചിതമായ വാക്യങ്ങളായതുകൊണ്ട് ഞാൻ കൂടുതൽ എനിക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ 24-ാം വാക്യത്തിൽ നമുക്കറിയാമല്ലോ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അതുകൊണ്ടും തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രവും എടുത്ത്, ഈ പാനപാത്രം
എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും എന്ന് പറഞ്ഞു എന്ന് യേശുക്രിസ്തുവിനെ പറ്റി അപ്പസ്തോലൻ ഓർമ്മിപ്പിക്കുക. പിന്നെ പറയുന്നത്, അങ്ങനെ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് ആ പദം ശ്രദ്ധിക്കണമേ. അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരാകും. ഓർമ്മയുടെ ശുശ്രൂഷയാണെങ്കിൽ വാസ്തവത്തിൽ ഏതെങ്കിലും അപ്പോ അല്ലെങ്കിൽ രക്തം ഏതെങ്കിലും ഒന്നും മതിയായിരുന്നല്ലോ. ഇത് രണ്ടും കർത്താവ് തന്നിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ഇവിടെ നോക്കി, കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് അയോഗ്യമായി പങ്കെടുത്താൽ കുറ്റക്കാരാകുമെന്ന് അപ്പസ്തോലൻ കൃത്യമായി പരിഹരിക്കും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുക. അപ്പൊ അതൊക്കെ വളരെ ഗൗരവമായി കാണേണ്ടതാണ്. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യും. എന്ത് ഭയങ്കരമാണെന്ന് നോക്കൂ. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്രകൊള്ളും. അപ്പൊ ഇത്ര ഗൗരവമേറിയ ഒരു ശുശ്രൂഷ ആണ് എന്ന ചിന്ത നമ്മെ ഭരിക്കേണ്ടതല്ലയോ ദൈവമക്കളെ? അപ്പോൾ ഈ തിരുമേശ എന്നുള്ളത് വളരെ ഗൗരവമായി കാണേണ്ടതും, കഴിയുമെങ്കിൽ എല്ലാ കൂടിവരവുകളിൽ, ഞായറാഴ്ച സഭായോഗങ്ങളിൽ ഈ തിരുമേശ നടത്തേണ്ടതുമാണ്. എന്നാൽ അതിന്റെ ഗൗരവം കുറഞ്ഞു പോകുന്നു എന്ന് ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പല സഭകളിലും മാസത്തിലൊരിക്കൽ ഈ ശുശ്രൂഷ നടത്തുന്നു എന്ന് അറിയാനിടയാകുന്നുണ്ട്. അത് ദൗർഭാഗ്യകരമാണ്, സങ്കടകരം. യഥാർത്ഥമായ കർത്താവുമായുള്ള കൂട്ടായ്മയുടെ മാധുര്യമേറിയ നമ്മുടെ സഭായോഗത്തിന്റെ ഏറ്റവും ശക്തവും സ്പഷ്ടവുമായ സഭാ ആരാധനയുടെ ഘനമേറിയ ഭാഗമാണ് തിരുമേശ എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ദൈവജനവും സഭാ നേതൃത്വവും ഈ വിഷയത്തിൽ ഗൗരവമായി ചിന്തിച്ച് കർശനമായ നിർദ്ദേശം നൽകി നമ്മുടെ എല്ലാ സഭായോഗങ്ങളിലും ഭക്തിസാന്ദ്രതയോടെ തിരുമേശയിൽ സംബന്ധിക്കുവാൻ ദൈവജനത്തെ ഉത്സാഹിപ്പിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്.